വ്യക്തിയധിക്ഷേപത്തിലൂടെ തനിക്കെതിരെ പ്രചരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയുമായി പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. കോൺഗ്രസ് രാജ്യവിരുദ്ധ സമീപനങ്ങളിലേക്ക് പോയപ്പോഴാണ് താൻ പാർട്ടി വിട്ടതെന്ന് അനിൽ ആന്റണി പറഞ്ഞു. PJ കുര്യൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി നൽകുകയായിരുന്നു അനിൽ കെ ആന്റണി. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന അദ്ദേഹം BJPയും ചതിക്കും. കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ സമീപനങ്ങളിലാണ് താൻ ആദ്യം പാർട്ടിയുമായി കലഹിച്ചത്. BBC-യുടെ രാജ്യവിരുദ്ധ ഡോക്യുമെന്ററിക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചു. രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കാനാവില്ല. രാജ്യ താൽപര്യമാണ് പരമപ്രധാനം. BJPയിൽ ചേർന്നതിനുള്ള കാരണങ്ങൾ വസ്തുതാപരമായി പറഞ്ഞുകൊണ്ട് PJ കുര്യന് അനിൽ കെ ആന്റണിയുടെ മറുപടി. ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ട സാഹചര്യമെല്ലാം ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം BBC ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ശ്രീ നരേന്ദ്രമോദിജിയെ കരിവാരിത്തേക്കാൻ വേണ്ടി ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി അതിനെതിരെ പ്രതികരിച്ചു. അത് കോൺഗ്രസ് നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്താണ് ഞാൻ കോൺഗ്രസ് പാർട്ടി രാജിവെച്ച് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, അതിൽ ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ല രീതിയിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിലൊരു സംശയവുമില്ല. വികസന നേട്ടങ്ങളെപ്പറ്റി 15 വർഷം മണ്ഡലത്തിന്റെ പ്രതിനിധിയായ UDF സ്ഥാനാർത്ഥിക്ക് ഒന്നും പറയാനില്ല. അതുകൊണ്ട് വിജയസാധ്യത കൂടുതലുള്ള തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുകയാണ്. എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണി, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഏതാനും കഴിഞ്ഞ 15 വർഷം അദ്ദേഹം ഇവിടെ വികസനം ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ജനങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞ 15 വർഷം ഒന്നും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു ഡൈവേർഷൻ, ഏതാനും തീവ്ര നിലപാടുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി, അതായത് ചില തീവ്ര നിലപാടുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ശ്രീ ആന്റോ ആന്റണി രാജ്യത്തെ തന്നെ ചതിക്കാനാണ് ശ്രമിച്ചത്. കോൺഗ്രസിലൂടെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു എന്ന PJ കുര്യന്റെ വ്യക്തിപരമായ ആരോപണത്തിനും അനിൽ കെ ആന്റണിയുടെ മറുപടി. ഞാൻ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ IT മേഖലയിൽ ലോകാത്തര ഗ്ലോബൽ ഇവൻസിൽ ഞാൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ്. ഇതൊന്നും കോൺഗ്രസ് പാർട്ടിക്കാരനൊന്നുമല്ല. ഇതെല്ലാം എൻ്റെ പ്രവർത്തനങ്ങളും എനിക്കൊപ്പം പ്രവർത്തിച്ച പലരുടെയും ഇതൊക്കെയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം തന്നെ ഇതാണ്. അതായത് സ്വയം ഒന്നും ചെയ്യാറൊന്നുമില്ല. വല്ലതുമൊക്കെ ചെയ്താൽ അതെല്ലാം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ സ്വഭാവം. ഇങ്ങനെയാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. UDF LDF സ്ഥാനാർത്ഥികളെക്കാൾ പ്രചാരണത്തിലും ഏറെ മുന്നിലാണ് NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. മണ്ഡല പര്യടനം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വൻ പൊതുജന പങ്കാളിത്തം, യുവ വോട്ടർമാരുടെയും സ്ത്രീകളുടെയും വലിയ സാന്നിധ്യവും ശ്രദ്ധേയം. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിലടക്കം വികസന മുരടിപ്പ് നേരിടുന്ന പത്തനംതിട്ടയിൽ യഥാർത്ഥ വികസനം സാധ്യമാക്കാൻ NDA പ്രതിനിധിക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ NDA ക്യാമ്പും ഇതിനോടകം വിജയിച്ചിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.